ഇപ്പൊ ശരിക്കും പറഞ്ഞ സാറിന്റെ ക്ലാസ്സിൽ ഇത്ര പോരൊരു പൈസ ചേരുന്നൊന്നും ഒന്നുമല്ല. ഏഹ് എനക്കൊരു ട്രാൻസ്പോർട്ട് ചെലവ്. നമ്മളിപ്പോ ഇത് ശരിക്കും വീട്ടിലിരുന്നിട്ടല്ലേ സാറ് ചെയ്യുന്നത്. നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളൊരു വണ്ടി ആക്കിയിട്ട് ഇവിടുന്ന് പോയിട്ട് വരണമെങ്കിൽ 500 രൂപ 1000 രൂപ തിരിച്ചു വരുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരും. അതും കൂടി ഇല്ല. സാറിനെ നേരിട്ടിട്ട് വിളിച്ചിട്ട് നമ്മളോട് ഇതെല്ലാം ചോദിക്കുമ്പോ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് സാറേ. എന്റെ പേര് രജിത. കണ്ണൂര് പയ്യന്നൂരിലാണ്. ഹൗസ് വൈഫാണ്. ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്. പക്ഷേ ഈ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എന്റെ അവസ്ഥ, എനിക്ക് ടി വി കാണാൻ ഇരിക്കാൻ പറ്റൂല. എണീച്ച് നിന്ന് എണീച്ച് നിൽക്കുമ്പോ ഇങ്ങനെ മണങ്ങിക്കൊണ്ടാ നിക്കുക. അതുപോലെ പെട്ടെന്ന് താഴേക്ക് വീണു പോകും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായേ. പ്രീ ക്ലാസ്സിൽ ഫസ്റ്റ് കയറി. അവിടുന്ന് കുറച്ച് ദിവസം മുദ്രടം ചെയ്തപ്പോ എനിക്ക് ബാക്ക് പെയിൻ നല്ലപോലെ കുറയുന്നുണ്ട്. അന്ന് അതിനുശേഷം പിന്നെ കാലിന്റെ വേദന കുറച്ച് 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 കുറഞ്ഞു വന്നു. അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഒരുപാട് 18 വയസ്സിൽ മുതലുള്ള നടുവേദനയാണ് എനിക്ക്. 21 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയത്. ആ 21 ദിവസത്തേക്ക് 1,30,000 രൂപ എനക്കായി. 3 മാസം കഴിയുമ്പോ വീണ്ടും അതുപോലെ തന്നെ കാലിന് വേദന, നടുവിന് വേദന വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര ചെറിയ പ്രായത്തിലേ. അപ്പൊ എപ്പൊ എനിക്ക് സങ്കടാണ് ഇത് വിചാരിച്ചിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് നിന്നിട്ട് രാവിലത്തെ ഇത് എക്സസൈസ് ചെയ്യാൻ ഒന്നിനും എനിക്ക് ഒരു വിഷമമില്ല. നടുവേദന എങ്ങനാന്ന് ഇപ്പൊ എനിക്ക് അറിയുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞ സാറിന്റെ ക്ലാസ്സിൽ ഇത്ര പോരൊരു പൈസ ചേരുന്നൊന്നും ഒന്നുമല്ല. ഏഹ് എനക്കൊരു ട്രാൻസ്പോർട്ട് ചെലവ്. നമ്മളിപ്പോ ഇത് ശരിക്കും വീട്ടിലിരുന്നിട്ടല്ലേ സാറ് ചെയ്യുന്നത്. നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളൊരു വണ്ടി ആക്കിയിട്ട് ഇവിടുന്ന് പോയിട്ട് വരണമെങ്കിൽ 500 രൂപ 1000 രൂപ തിരിച്ചു വരുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരും. അതും കൂടി ഇല്ല. എന്നെ എപ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനിപ്പോ കുറച്ച് ആക്റ്റീവായി. സാറ് എടുത്തു വെച്ച ഫോട്ടോ നോക്കി ഞാൻ എന്റെ മക്കൾക്ക് അയച്ചു കൊടുത്തു. ആദ്യത്തെ ദിവസത്തെ ഫോട്ടോ ഇന്നത്തെ ദിവസത്തെ ഫോട്ടോ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് മക്കൾ പറഞ്ഞു. പിന്നെ എന്റെ മുടി കൊഴിച്ചല് നല്ല പോലെ ഒരുപാട് മുടി ഉണ്ടായ ഞാനാണ് ശരിക്ക്. ഇപ്പം മുടി കൊഴിച്ചല് നല്ല പോലെ നിന്നിട്ടുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരികൾ ഇന്നിപ്പോ ഞാനൊരു ഫംഗ്ഷന് പോയിട്ട് വന്നു. കൂട്ടുകാരികൾ പറഞ്ഞു ആകെ മുഖത്തന്നെ എനിക്ക് ചിരിക്കാൻ ശരിക്കും അറിയില്ലായിരുന്നു. എനിക്ക് എപ്പോ സങ്കടാണ്, എപ്പോ സങ്കടാണ്. അപ്പൊ അതെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്ന് അവര് കണ്ട സമയത്ത് പറഞ്ഞു. അവര് സാറിനെ നേരിട്ടിട്ട് വിളിച്ചിട്ട് നമ്മളോട് ഇതെല്ലാം ചോദിക്കുമ്പോ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് സാറേ. ഞാൻ ശരിക്കും എണീറ്റ് നടക്കുമെന്ന് വിചാരിച്ചതല്ല. ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.